സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. എന്താണ് ഈ ദുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയെങ്കിൽ ഒന്ന് എഴുതിയിട്ട് ഒന്ന് വിശദമാക്കി തരണേ. കാരണം വാഴ 2 എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു അബൂബക്കർ മുസ്ലിയാർ ഫൈസി എന്ന് പറയുന്ന ഒരാള് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഒന്ന് ഓണായിക്കേ. എന്താണ് സിനിമന്റെ പേര്? വാഴ. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാൽ ആ കാറിൽ സിനിമക്ക് പോണ കാലാണ്. അവിടെ കുത്തുന്ന ചിരിച്ചാണ് ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നൊക്കെ സിനിമകളിൽ ചിരിച്ചിന ഫോട്ടം കിട്ടിയോ? കിട്ടിയോ? എന്താണ് സിനിമന്റെ പേര്? അല്ല, കിട്ടിയോ? ഒരു സാധനം കൂടി കാണിച്ചു തരാവേ. ഇദ്ദേഹം പറയുന്നൊരു സംഗതിയാണ്, അത് ഇങ്ങനെയാണ് കേട്ടാ. ഇതാ ഇത് നിങ്ങളെ മിക്ക പേരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കര ചർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ആളുകളെല്ലാം ഇതിലിങ്ങനെ ആമീൻ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ആമീൻ പറഞ്ഞ ആളുകൾക്ക് ഇപ്പൊ തന്നെ നരകമൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയാണല്ലോ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പോകേണ്ടത് എന്നൊക്കെയുള്ള ഒരു വഴികളൊക്കെ നമുക്ക് കിട്ടപ്പോൾ പലപ്പോഴും സോഷ്യൽ മീഡിയ വഴിയാണല്ലോ. എന്തായാലും അതുവഴി നിങ്ങൾക്കൊക്കെ നരകത്തിലേക്കൊക്കെ ടിക്കറ്റ് എടുത്തു വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് പല കമന്റുകളൊക്കെ കാണാനുണ്ട്. എന്തായാലും ഉസ്താദിന്റെ വാക്കുകളൊന്ന് കേൾക്കണേ. എന്താണ് സിനിമന്റെ പേര്? വാഴ. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാൽ ആ കാറിൽ സിനിമക്ക് പോണ കാലാണ്. അവിടെ കുത്തുന്ന ചിരിച്ചാണ് ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നൊക്കെ സിനിമകളിൽ ചിരിച്ചിന ഫോട്ടം കിട്ടിയോ? കിട്ടിയോ? എന്താണ് സിനിമന്റെ പേര്? വാഴ. അത് ചോദിക്കാം, അതൊന്നും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ ആരോടെങ്കിലും ചോദിച്ചു പഠിച്ചാൽ എനിക്ക് മറ്റന്നാളൊരു ക്ലാസ്സിന് ആവശ്യമുണ്ടായിരുന്നു. വാഴ നിങ്ങൾ കേട്ടോ? പറയാൻ കേട്ടോ? ഞാൻ കേട്ടില്ല, എനിക്ക് വിട്ടെന്നാണ് കുട്ടികൾ. ഈ വാഴ എന്ന് പറയുന്ന സിനിമ ഇദ്ദേഹം കണ്ടിട്ടില്ല. ഒരു പക്ഷേ സിനിമ കാണലൊന്നും അത്ര നല്ലതല്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാളായിരിക്കും. വാട്ടർബി അതിനോട് എനിക്ക് അത്ര യോജിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഇദ്ദേഹം ആ ഒരു സിനിമയെ വിമർശിക്കുന്നത്, ആ സിനിമയിൽ ഒരു പ്രാർത്ഥന രംഗമുണ്ട്, മുസ്ലിം വിഭാഗത്തിൽ നടത്തുന്ന ഒരു പ്രാർത്ഥന രംഗമുണ്ട്. അവിടെ ആ ഒരു എന്താണ് ഇതിൽ പ്രാർത്ഥന നടക്കുമ്പോൾ ഇവിടെ ചിരിച്ച് മലങ്ങി വീണിട്ട് അതിന് മറുപടി ആയിട്ടൊക്കെയാണ് ആമീൻ ആമീൻ എന്നൊക്കെ പറയുന്നത്. ഈ ഒരു പരിപാടിയാണത്ര ദുവ എന്നൊക്കെ പറയുക, ദുവ ഇറക്കുക എന്നൊക്കെ പറയും. പ്രാർത്ഥന എന്നാണ് അതിന്റെ ഒരു അർത്ഥമെന്ന് നമ്മുടെ ഒരു ഉസ്താദ് നമുക്ക് അതിന്റെ ഒരു മറുപടി ആയിട്ട് അയച്ചിരുന്നു. കൂടുതൽ വിശദീകരണം ഞാൻ ചോദിച്ചില്ല. എന്തായാലും ഇദ്ദേഹം പറയുന്നത് സിനിമയില് ആ ഒരു രംഗത്തിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ ഇവിടെ നിന്നിട്ട് അതിനെ കളിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ചിരിച്ചുകൊണ്ട് പറയേണ്ട ഒന്നല്ല ദുവ അല്ലെങ്കിൽ ഈ ആമീൻ എന്ന് പറയുന്ന പരിപാടി. അങ്ങനെ ഭയങ്കര തമാശ ആക്കേണ്ട സാധനമല്ല എന്നാണ് ഇപ്പോൾ ഉസ്താദ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ സ്വാമി പറഞ്ഞ ഫോട്ടോ കാണാം. എനിക്ക് വീട്ടിലെ വിഷയം തന്നെയാണ്. തിയേറ്ററിൽ പോയതാണോ എനിക്ക് വിട്ടെന്നാ പറയണ. പണ്ടൊക്കെ തിയേറ്ററിൽ പോകാറുള്ളതിൽ സ്വകാര്യമായിട്ടും മറച്ചു വെച്ചോണ്ടും അങ്ങനെ ഇപ്പൊ ആഘോഷിക്കണ്ട ഫോട്ടോ വിടാണല്ലോ ആമീൻ പറഞ്ഞ. പണ്ടൊക്കെ തിയേറ്ററിൽ പോകുമ്പോ ഇതിനെ മറച്ചു വെച്ച് പോണേ. ചിലപ്പോ മുസ്ലിം സമുദായത്തിലെ ചില ആളുകൾ ചിലപ്പോ അങ്ങനെ മറച്ചു വെച്ച് പോയിണ്ടായിരിക്കും. തലക്കെ മറച്ചിട്ട് പണ്ട് കാലത്ത് സിനിമയ്ക്കൊക്കെ പോയിരുന്നത് ഈ സിനിമകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്, അഡൽട്സ് ഓൺലി സിനിമകളൊക്കെ ഇല്ലേ. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മലയാള സിനിമ മുഴുവൻ ഭരിച്ചിരുന്നത് അഡൽട്ട് സിനിമകളായിരുന്നു. ഷക്കീല ചേച്ചി, രേഷ്മ ചേച്ചി എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരുണ്ടാകും. അവരെ കാണാൻ വേണ്ടി, അവരെ ശരീരഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അപാരമായ കുത്തൊഴുക്കായിരുന്നു തിയേറ്ററിലേക്ക്. മോഹൻലാലിന് മമ്മൂട്ടിയുടെ പടമൊന്നും വിജയിക്കുക എന്ന് പറയുന്ന വലിയ പ്രയാസമുള്ള ഒരു സമയമായിട്ട് ഷക്കീലൊക്കെ നമ്മുടെ കേരളം എന്താ പറയാ വാണിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ തല മറച്ചു പോവുക എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ അന്നൊക്കെ നടന്നിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇദ്ദേഹം പറയുന്ന പോലെ ഒന്നുമില്ല. കേൾക്കാൻ തീർച്ചയായിട്ടും ഉസ്താദ് എങ്ങനെ ആർക്കാണ് സിനിമ തിയേറ്ററില് അതൊക്കെ എന്ന് പറഞ്ഞാല് ഭയങ്കരം അല്ലേ. ബോഷ് ഭയങ്കര ഞെട്ടിക്കണ സംഭവമായിട്ട് എനിക്ക് നാടൻ വിട്ടെന്നാണ് ആ ബോഷ്. അപ്പൊ ഞാൻ പറയണ എന്താ വെച്ചാല് ആ മാഷാ അല്ലാഹ് എന്നുള്ള ബോർഡൊക്കെ ഉള്ള സ്റ്റിക്കറൊക്കെ ഉള്ള കാറൊക്കെ വിട്ടുണ്ടായി അത് തോന്നിയാസത്തിനൊക്കെ പോകുമ്പോ പിന്നെ നീയത്തൊക്കെ കണക്കിനേക്കാറ്. പക്ഷെ ഞമ്മക്ക് മുമ്പിനിങ്ങൾക്ക് ഒരു ഉറുപ്പ്യ അള്ളാന്റെ മാർഗത്തിലല്ലാതെ ചെലവഴിക്കാൻ യാതൊരു വകുപ്പില്ല. അത് കോടിയാണെങ്കിലും ലക്ഷമാണെങ്കിലും ഒരു ഉറുപ്പ്യ ആണെങ്കിലും പറയുന്നത് അള്ളാന്റെ മാർഗത്തിലല്ലാതെ ചെലവഴിക്കാനുള്ള ഒരു വകുപ്പ് ഒരു മൂമിനില്ല. കൂലി കിട്ടാതെക്കൂല നീയത്ത് വെച്ചാൽ. അങ്ങനത്തെ മൂമിന് എന്താ പറ്റുള്ളൂ? ചെലവഴിക്കാൻ പറ്റും. എനിക്ക് അവസാനം പറഞ്ഞ ഒന്നും മനസ്സിലായി. ഈ മൂമീൻ എന്നൊക്കെ പറഞ്ഞ എന്തുവാണ്? മൂമീന് ചെലവഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് മനസ്സിലായത്, എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം. സിനിമയ്ക്ക് പോകുന്നത് ശരിയല്ല എന്നായിരിക്കും ഒരു പക്ഷെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുക. കാരണം അത് പൈസ ചെലവഴിക്കല്ലേ. അപ്പോൾ സിനിമ കണ്ടുകൊണ്ട് പൈസ ചെലവഴിക്കുന്ന ഒരു നല്ല പരിപാടിയല്ല എന്നായിരിക്കും ഇദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുക. എന്തായാലും സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ ഈ വാഴ കണ്ടുകൊണ്ടുള്ള ചിരികൾ ഒരുപാടുണ്ട്. ഒന്നിങ്ങനെയാണ്.
ഇതൊരു കൊച്ചു കുട്ടിയാണ് കേട്ടോ, ചിരിച്ചോണ്ടല്ല കേട്ടാ, അവനെ സീരിയസ് ആയിട്ടാണ്. അയ്യടാ, ഒരു കൊച്ചു കുട്ടി ഇങ്ങനെ ആമീനൊക്കെ പോയിട്ട് കണ്ണൊക്കെ ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. അവനെ വളരെ സീരിയസ് ആയിട്ടാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് വെരി ക്യൂട്ട്. വാവ് വാവ് വാവ്. അവൻ ആ തിയേറ്റർ, അപ്പൊ അതിന്റെ മേലുണ്ട് തിയേറ്ററിൽ നല്ല ദുവരൊക്കെ ഉണ്ട്. ദുവ മജ്‌ലിസിലാണ് വേണ്ടത്, പള്ളിയിൽ പോയിട്ടൊക്കെ ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അടുത്തത് ഇതിനാണ് ചിരിച്ചു പറയുന്നത്. ഈ ഒരു വീഡിയോയിലാണ് ചെക്കന്മാർക്ക് ആമി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മറഞ്ഞു വീഴാണ് ചിരിച്ചിട്ട്. ഒരു ചിരിയൊക്കെ കാണല്ലേ, ഗംഭീര ചിരിയാണ് ഇതിലുള്ളത്. ഇതൊക്കെ ആയിരിക്കും ഒരു പക്ഷെ ഉസ്താദിനെ ഒന്ന് ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. ഇനിയുണ്ട് കേട്ടോ. അതാ അത് മുഴുവൻ ചൊല്ലുന്നുണ്ട് കേട്ടോ ഇവന്മാര്. അറിയാത്തവന്മാരൊന്നല്ല, നന്നായിട്ട് ചൊല്ലുന്നുണ്ട്. ഇതാ ഫുള്ള്. എന്നാലും ഉസ്താദ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്. ഇതൊരു മതപരമായിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു എനിക്കിത് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ഒരു മതവുമായി ബന്ധപ്പെട്ട ഒരാളല്ല. സൗഹൃദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇമ്മാതിരി പരിപാടികളൊന്നും സംസാരിക്കാറില്ല. അതിൻ്റെ ഒന്നും കാര്യമില്ലല്ലോ. ആളുകൾ ഏതെങ്കിലുമൊക്കെ മതം വിശ്വസിച്ച് കണ്ട് ജീവിച്ചോട്ടെ, മരിച്ചു പോയിക്കോട്ടെ. എന്തായാലും ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിട്ട് പുഴു തിന്നും. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും സംഭവിക്കാനില്ല എന്നുള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും അന്വേഷിക്കാറില്ല. എന്തായാലും നിങ്ങൾക്ക് ആരെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ഇതിങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ ആമീൻ പറയുന്നതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടോ, അത് വലിയ വിഷയമായിട്ടുള്ളൊരു കാര്യമാണോ എന്നൊക്കെയാണ് എൻ്റെ ചോദ്യം. ഇതിങ്ങനെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മളതങ്ങനെ പറഞ്ഞേ കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, മറുപടി തരുമെന്ന് വിചാരിക്കുന്നു. ബൈ.